നമസ്കാരം. ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കാലഭൈരവനെ കുറിച്ചാണ്. ഇതുവരെയുള്ള എൻ്റെ ജഗന്നാഥ്പുരിയിലെ അമ്പലത്തിനെക്കുറിച്ച് ദൈവത്തിനെക്കുറിച്ച് 3 കഥ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ. ഒരെണ്ണം പഞ്ചമുഖി ഹനുമാനെക്കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേര് കണ്ടു, നന്ദി. ഇനി കാണാത്തവർ കാണണം. ഓക്കെ. പിന്നെ അപ്പോൾ ഇപ്പോൾ പറയാൻ പോകുന്നത് കാലഭൈരവനെ കുറിച്ചാണ്. ഹർ ഹർ മഹാദേവ്, ഹർ ഹർ മഹാദേവ്. കാലഭൈരവൻ എപ്പോഴാണ് ഉത്ഭവിച്ചത്, അദ്ദേഹത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയാം. ഒരിക്കൽ ബ്രഹ്മദേവനും നമ്മുടെ ബ്രഹ്മാവും വിഷ്ണു ഭഗവാനും കൂടി വാക്ക് തർക്കമായി, ഞാനാണ് ശ്രേഷ്ഠൻ, ഞാനാണ് സർവ്വശ്രേഷ്ഠൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ വാക്ക് തർക്കമായി പറഞ്ഞില്ല, ഞാനാ ശ്രേഷ്ഠൻ, ഞാൻ ബ്രഹ്മാവ് പറയും ഞാൻ ഈ പൃഥ്വിയെ സൃഷ്ടിച്ചതും ദേവന്മാരെ പോലും എല്ലാവരെയും ഞാനാണ് സൃഷ്ടിച്ചത്, ഞാനാണ് സർവ്വശ്രേഷ്ഠൻ. അപ്പം വിഷ്ണു ഭഗവാനും പറയും. അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായപ്പം 2 ദൈവങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായാൽ അറിയാമല്ലോ, നാശമല്ലേ പ്രകൃതിക്ക് സംഭവിക്കുന്നത്, പ്രകൃതിക്കും ഭൂലോകത്തിന് എല്ലാ ലോകത്തിനും സംഭവിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ദേവന്മാരിത് കണ്ടിട്ട് പറഞ്ഞു, ശിവഭഗവാനോട് ചെന്ന് പറഞ്ഞു, മഹാദേവ ഇങ്ങനെ ഇവർ 2 പേരും കൂടി വാക്ക് തർക്കുക, ദൈവം എന്തെങ്കിലും ചെയ്യണമെന്ന്. അങ്ങനെ ശിവഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വലിയ ഒരു രൂപമായ ഭൈരവൻ സൃഷ്ടിക്കുക. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? നമുക്ക് പേടി വരും. അങ്ങനെ ഭയങ്കര ദേഷ്യത്തിലൊരു രൂപം ജനിക്കുകയും എന്നിട്ട് അദ്ദേഹം പോയി ബ്രഹ്മദേവനോട്, അതായത് ബ്രഹ്മദേവന് 5 തലയായിരുന്നു പണ്ട്, ഇപ്പം 4 അല്ലേ പണ്ട്. അതിൽ 5 തലയിൽ 4 തല 4 വേദങ്ങളെക്കുറിച്ച് പറയുന്നു. 5ാമത്തെ തല അഹങ്കാരത്തിൻ്റെ ആണെന്നുമാണ് പറയപ്പെടുന്നത്. അങ്ങനെയായപ്പം ഭൈരവൻ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ നഖം കൊണ്ട് ബ്രഹ്മാവിൻ്റെ 5ാമത്തെ തല മുറിച്ചു, ഛേദിച്ചു, കട്ട് ചെയ്തു. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഭൈരവന് പശ്ചാത്താപം വന്നു. ഇതിൻ്റെ പശ്ചാത്തപിച്ചിട്ട് ശിവഭഗവാനോട് പറഞ്ഞു, മഹാദേവ ഇത് ഞാൻ ഇനി ഇതിൻ്റെ പ്രായശ്ചിത്തം എങ്ങനെ ചെയ്യും? കാരണം ബ്രഹ്മാവ് അഹങ്കാരത്തിൽ പറഞ്ഞതാണെന്ന് പറഞ്ഞ് ഞാൻ ചെയ്തു, പക്ഷേ അദ്ദേഹം ഒരു ബ്രാഹ്മണനല്ലേ, ഞാൻ ബ്രഹ്മഹത്യ ചെയ്തില്ലേ, ഇതിൻ്റെ പ്രായശ്ചിത്തം ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ശിവഭഗവാൻ പറയും, നീ അപ്പോൾ അതുമല്ല ഇത് ബ്രഹ്മാവിനെ ഇങ്ങനെ തലം കുറിച്ചത് കൊണ്ട് ഈ തലയോട്ടി ഉണ്ടല്ലോ, ഈ ഭൈരവ ഭഗവാന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വേർപെടുന്നേ ഇല്ലായിരുന്നു, അത് ഈ നഖത്തേൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് തന്നെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു നീ ഈ തലയോട്ടിയും കൊണ്ട് നീ ഈ 3 ലോകത്തിനും ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അപ്പം ഇദ്ദേഹം മലകളും പുഴകളും കാടുകളും നമ്മുടെ എല്ലായിടവും 3 ലോകം അങ്ങനെ ചുറ്റി അവസാനം എവിടെ വന്നെന്നറിയാം? 3ാമത്തെ ലോകത്തിൽ ഒരു ലോകത്ത് എവിടെ വന്നു? കാശിയിൽ വന്നു. കാശിയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന് ഈ തലയോട്ടി തെറിച്ചു പോവുകയും അദ്ദേഹത്തിന് മോക്ഷം കിട്ടുകയും ചെയ്തു. അന്നു മുതൽ കാശിയിലെ ദ്വാർപാൽ അദ്ദേഹം ഒരു സെക്യൂരിറ്റി, ഒരു രക്ഷകനായിട്ടും അവിടുത്തെ ഒരു അവിടുത്തെ ഒരു സംരക്ഷകൻ ആയിട്ട് അദ്ദേഹം ഇരിക്കുകയും ചെയ്യുന്നു. ഉജ്ജയിനിയിൽ നമ്മൾ പറയുന്നത് 51 ശക്തിപീഠത്തിൽ പോകുമ്പോൾ ഈ ഭൈരവനെ പ്രാർത്ഥിച്ചിട്ട് പോകണമെന്നും വിശ്വാസമുണ്ട്. അപ്പോഴാണ് അത് പൂർത്തീകരിക്കപ്പെടുന്നതെന്നാണ് പറയുന്നത്. അതിൻ്റെ കഥ വേറെയാണ്, അത് പിന്നീട്. ഓക്കെ. ഞാനിച്ചിരി വെള്ളം കുടിച്ചോട്ടെ, ചുണ്ടുണങ്ങുന്നു. അപ്പം അങ്ങനെയായിരുന്നേ അന്നേരം. അപ്പോൾ അദ്ദേഹം അങ്ങനെ അങ്ങനെ അവിടെ ചെന്ന് അദ്ദേഹത്തിന് മോക്ഷം കിട്ടി. അദ്ദേഹം ഇന്നും അവിടെ പറയപ്പെടുന്നത്, നമ്മൾ ഓരോരുത്തരും കാശിയിൽ ചെല്ലുമ്പം നമ്മളുടെ പാപത്തിൻ്റെയും പുണ്യത്തിൻ്റെയും ഒക്കെ കണക്കെടുക്കുന്നത് ഈ ഭൈരവ ഭഗവാനാണെന്നാണ് പറയുന്നത്. എന്നിട്ടാണ് നമ്മുടെ മോക്ഷത്തിൻ്റെ അവിടെ ഇത് കിട്ടുന്നതെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ കാശിയിൽ പോയി കഴിഞ്ഞാൽ ഉജ്ജയിനിയിൽ പോയി കഴിഞ്ഞാലും നമ്മൾ ഭൈരവസ്വാമിയെ ആദ്യം വണങ്ങണം എന്നാണ്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വാഹനം നായയാണ്. നായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ നമ്മൾ ബാക്കിയുള്ള ദൈവത്തിനെ പോലെ നായ, അതേപോലെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് നമ്മൾ പ്രസാദം കൊടുക്കുന്നത്, നമ്മൾ ദൈവത്തിന് കൂവളത്തുമാല, അങ്ങനെ കൃഷ്ണന് തുളസിമാല അങ്ങനെ ചെയ്യില്ലേ, അതേപോലെ ഇദ്ദേഹത്തിന് മാംസവും കള്ളുമാണ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഒരിടത്ത് ഞാൻ കേട്ടു, ഭൂരിപക്ഷ സ്ഥലത്ത് ഞാൻ ഇങ്ങനെയാണ് കേട്ടത്, അദ്ദേഹത്തിന് കള്ളും പിന്നെ മാംസവുമാണെന്നും. ഒരിടത്ത് പറയപ്പെടുന്നത് ഞാൻ കേട്ടത്, അദ്ദേഹം പറയുന്നത് ആണെങ്കിൽ നമ്മളിതെല്ലാം സർവ്വതും ഉപേക്ഷിച്ചു ഉള്ള ഒരു ചിന്താഗതിയിലാണ് നമ്മൾ, അതായത് കള്ള് കുടിക്കുന്നവരും മാംസം തിന്നുന്നവരും എല്ലാം, ഇതൊക്കെ തെറ്റാണല്ലോ,
പക്ഷിമൃഗാദികളെ കൊന്നും ഒക്കെ പിന്നെ കള്ള് കുടിക്കുന്നതൊക്കെ തെറ്റാണല്ലോ, അതെല്ലാം ഞാൻ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന രീതി സങ്കല്പിച്ചുകൊണ്ട് കൊടുക്കുന്നതാണെന്ന് പറയുന്നത്. പക്ഷേ ഒരുപാട് പേര് പറയപ്പെടുന്നത് അദ്ദേഹത്തിന് മാംസവും കള്ളുമാണ് കൊടുക്കുന്ന നിവേദ്യമായിട്ട് പ്രസാദം കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ പറയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഈ ഭൈരവസ്വാമി എന്ന് പറഞ്ഞാൽ പുരാണത്തിൽ പറയുന്നത് ശനിദൈവത്തിൻ്റെ ഗുരുവായിട്ടാണ് പറയുന്നത്. അപ്പം നമുക്ക് വരുന്ന കണ്ടക ശനി, 7 ശനി എന്നൊക്കെ പറയില്ല, നമ്മുടെ ശനിയുടെ പ്രഭാവം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഭൈരവസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. അദ്ദേഹത്തെ പ്രാർത്ഥിച്ച ശനിയുടെ ബുദ്ധിമുട്ട് നമുക്ക് കുറഞ്ഞു കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഈ ദൈവം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, കാലഭൈരവൻ, കാലത്തിൻ്റെ ഭൈരവൻ, സമയത്തിൻ്റെ ഭൈരവൻ, നേരത്തിൻ്റെ. അപ്പം ഇദ്ദേഹം കൂടുതലും എന്ന് പറയുന്നത് നമ്മൾ ഈ അകാരണമായിട്ടുള്ള പേടി, പിന്നെ അകാലമായിട്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ, വേദനകൾ, ആ സമയത്താണ് ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ട്, അതായത് അദൃശ്യനായിട്ട് നമ്മളുടെ കൂടെ വന്ന് നമ്മളെ രക്ഷിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾക്ക് തോന്നുന്ന നമുക്ക് പേടി, വെറുതെ ഒരു കാരണമില്ലാതെ പേടി, ഓരോ ദുഃഖങ്ങൾ, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടുകൾ, ജോലിക്കായാലും ചിന്തയ്ക്ക്, അങ്ങനെ വരുമ്പോൾ ഈ കാലഭൈരവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളതിൽ നിന്ന് ആ ദൈവം നമ്മളെ സംരക്ഷകനാവും എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സംരക്ഷണ വലയിലാകും നമ്മൾ നമുക്ക് നല്ലതുണ്ടാകും എന്ന് പറയുന്നത്. പിന്നീടെന്ന് പറഞ്ഞാൽ പിന്നെ നായ്ക്കൾക്ക് തീറ്റ കൊടുക്കുന്നത്, ഞാൻ പെട്ടെന്ന് പറയാം, ആരും ബോറാവാതിരിക്കാൻ വേണ്ടിയേ, ഇല്ല നീണ്ടുപോകും. അപ്പോൾ നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. നായ്ക്കൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക, പല പാപങ്ങളും കുറയുമെന്നും നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നല്ലതുമാണെന്ന് പറയുന്നത്. അപ്പം എൻ്റെ കഥകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനൊന്നും വിട്ടിട്ടില്ലെന്നും വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ, അതായത് കാലഭൈരവൻ എന്ന് പറയുന്ന ദൈവത്തെ വിശ്വസിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് നല്ലതേ വരൂ. അകാരണമായ പേടിയും പിന്നെ അകാലത്തിലുണ്ടാകുന്ന നഷ്ടങ്ങളും അതിനെല്ലാം ഇദ്ദേഹത്തെ പ്രാർത്ഥിച്ചോളൂ. എല്ലാവർക്കും നല്ലതേ വരൂ. എന്തൊക്കെയായാലും നമ്മുടെ നമ്മുടെ ക്ഷിപ്രപ്രസാദിയായ ശങ്കർ ഭഗവാന്റെ രൂപം തന്നെയല്ലേ. അപ്പോൾ അതിൽ നിന്ന് വന്നതല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ലതേ വരത്തുള്ളൂ എന്ന വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. എല്ലാവരും കാണണം. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. താങ്ക് യു. കണ്ടവർക്ക് നന്ദി, കാണാൻ പോകുന്നവർക്ക് നന്ദി. താങ്ക് യു. എല്ലാവർക്കും നല്ലതായിട്ട് ഒന്ന് വിശ്വാസം.